കണ്ടോ, ഇഷ്ടംപോലെ ചാപ്പാടുണ്ടാവുന്ന അതൊക്കെയാണ് അതിൻ്റെ ആത്യന്തികമായ വശങ്ങൾ. അപ്പൊ ഏതായാലും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, എന്താണ് മലങ്കിശ ദർഗയിൽ കൊടുക്കണ എന്താ, കുറച്ച് മണ്ണ് കുറച്ച് ഭസ്മം സങ്കരമാക്കി കൊടുക്കുക എന്നാണ്. ആ നേർച്ച വസ്തുവിൽ പോലും ആ സങ്കര സംസ്കാരം രൂപപ്പെട്ടു വന്നു എന്നാണ്. ഇസ്ലാം പഠിപ്പിച്ച അടിസ്ഥാനപരമായ തത്വങ്ങളെ പരിപൂർണമായും അവഗണിച്ചുകൊണ്ട് മറ്റു സമൂഹങ്ങൾക്ക് ഈ ഇസ്ലാമിന്റെ സുന്ദരമായ ആദർശമെന്ത് എന്ന് പഠിപ്പിച്ചു കൊടുക്കേണ്ട സമൂഹം ആ സ്വന്തമായ ആദർശം പോലും പഠിക്കാതെ ഒരു സങ്കര സംസ്കാരത്തിന്റെ അനുയായികളായി മാറി. പുതിയൊരു മതമെന്ന് പറയുന്നത് ഇത് ഇസ്ലാം മതമല്ല, ഇത് ദീനല്ല, ഇത് പ്രവാചകന്മാർ പഠിപ്പിച്ച മതമല്ല. അതുകൊണ്ട് മാത്രം അവസാനിച്ചില്ല. നമുക്കറിയാം, ഈ ജാറങ്ങളിൽ ഒരു മുസ്ലിം സമൂഹത്തിന് ഒരിക്കലും പരിചയമില്ലാത്ത ശയന പ്രദക്ഷിണങ്ങൾ വരെ നടക്കുകയാണ്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം, ശയന പ്രദക്ഷിണങ്ങൾ വരെ നടക്കുകയാണ് ജാറങ്ങളിൽ. ഇല്ലേ, വിശുദ്ധ ഇസ്ലാം കടന്നു വന്നു, സുന്ദരമായ ആശയം പഠിപ്പിച്ചു കൊടുത്തു, സുന്ദരമായ ആദർശം ഈ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്തു, എല്ലാവിധ ശിർക്കിൽ നിന്ന് ഈ സമൂഹത്തെ രക്ഷപ്പെടുത്തി, തൗഹീദിന്റെ ഋജുവായ ആ മാർഗത്തിലേക്ക് വിളിച്ചു കൊണ്ടുവന്നു. ഇന്നതാണ് തൗഹീദ് എന്ന് പഠിപ്പിച്ചു കൊടുത്തു. നിങ്ങളുടെ പ്രാർത്ഥനകൾ അഖിലം നിങ്ങൾ അല്ലാഹുവിനോട് മാത്രമാക്കണമെന്ന് പറഞ്ഞു. നിങ്ങളുടെ ആരാധനകൾ ആ സൃഷ്ടാവിന് മാത്രം സമർപ്പിക്കണമെന്ന് പറഞ്ഞു. ജാഹിലിയ കാലഘട്ടത്തിലെ കാട്ടറബികൾ, ആ കാട്ടറബികളുടെ കാതുകളിലേക്ക് വിശുദ്ധ ഇസ്ലാമിന്റെ ഈ സുന്ദരമായ ആദർശം കടന്നു ചെന്നപ്പോ വിഗ്രഹാരാധന ഉപേക്ഷിച്ചുകൊണ്ട്, ശിർക്കുപേക്ഷിച്ചുകൊണ്ട് വിശുദ്ധ ഇസ്ലാമിന്റെ തൗഹീദിന്റെ വിധാനത്തിലേക്ക് കടന്നു വരാൻ അവർ തയ്യാറായി. സമൂഹം അംഗീകരിച്ചത് കൊണ്ടല്ല, സമൂഹം പരിപൂർണമായി കൈയടിച്ചത് കൊണ്ടല്ല. നമുക്കറിയാം, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഇസ്ലാമിന്റെ സുന്ദരമായ ആദർശം അവർക്ക് വിവരിച്ചു കൊടുക്കുമ്പോൾ പ്രവാചകന്റെ വാചകങ്ങൾക്ക് കാതോർത്തുകൊണ്ട് ഓരോരുത്തരായി വിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിൽ നിന്ന് ആ തൗഹീദ് കേൾക്കുമ്പോൾ അതിന്റെ മാധുര്യം അനുഭവിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആ സുന്ദരമായ പ്രഖ്യാപനം മനസ്സിൽ കൊത്തിവെച്ച് ആ ആദർശം തങ്ങളുടെ ആദർശമായി സ്വീകരിച്ചുകൊണ്ട് ആ സഹാബത്ത് മാറി വന്നെങ്കിൽ, ആ സഹാബത്തിന്റെ പിന്മുറക്കാരെന്ന് അവകാശപ്പെടുന്ന, ആ പ്രവാചകന്റെ അനുയായികൾ എന്ന് അവകാശപ്പെടുന്ന സമൂഹം തൗഹീദ് ഉപേക്ഷിച്ച് ശിർക്കിലേക്ക് പോകുന്ന ദുരവസ്ഥ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മഹാനായ ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള ആളുകൾ അവരുടെ ജീവിതത്തിൽ തൗഹീദിന് കണ്ട സ്ഥാനം, സ്വന്തം യജമാനൻ ഉമയ്യത്തിന്റെ അടിമയായിരിക്കുന്ന ഘട്ടത്തിൽ വിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന്റെ പേരിൽ ഉമയ്യത്ത് പിടിച്ചുകൊണ്ടുപോയി ക്രൂരമായി അടിക്കുമ്പോൾ ഫത്ഹാഇന്റെ മലഞ്ചെരുവിൽ മലർത്തിക്കിടത്തി വസ്ത്രമഴിച്ചു മാറ്റി ചാട്ടവാറുകൊണ്ട് ഉമയ്യത്തിന്റെ കിങ്കരന്മാർ ആഞ്ഞാഞ്ഞടിക്കുമ്പോൾ ആ അടിക്കടയിൽ ലാത്തയുടെ വിഗ്രഹം മുഖത്ത് കുത്തി വിളിയടാ ലാത്ത എന്ന് പറയുമ്പോൾ, ഇല്ല, ഞാൻ വിളിക്കില്ല ലാത്ത എന്ന്, ഞാൻ വിളിക്കില്ല, അല്ലാഹു അഹദ്, അല്ലാഹു അഹദ് എന്ന് പ്രഖ്യാപിച്ച മഹാനായ ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു ചാട്ടവാർ അടിയേറ്റുകൊണ്ട് ചുട്ടുപഴുത്തമണൽ ആരുണ്യത്തിൽ കിടന്നു ഉരുളുമ്പോ ആ ഉരുളാതിരിക്കാൻ വേണ്ടിയിട്ട് ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ചത്തേക്ക് പാറക്കല്ല് വലിച്ചു കയറ്റി വെച്ച് വീണ്ടും ചാട്ടവാറ് കൊണ്ടടിച്ച് അവശനാക്കുമ്പോ മരണം മുന്നിൽ കണ്ട നിമിഷം അല്ലത്തിസ് അല്ലത്തിസ്, ദാഹം 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 എന്ന് പറഞ്ഞ് ഒരിറ്റ് വെള്ളത്തിന് വേണ്ടി ഉമയ്യത്തിന്റെ കിങ്കരന്മാരോട് ബിലാൽ മുഅദ്ദിൻ കെഞ്ചുമ്പോൾ, യാചിക്കുമ്പോൾ ഉമയ്യത്തിന്റെ കിങ്കരന്മാർ മുഖത്തേക്ക് തുപ്പിയ ആ തുപ്പൽ നാവുകൊണ്ട് നക്കിത്തുടച്ച് ദാഹമടക്കിയ മഹാനായ ബിലാൽ മുഅദ്ദിന്റെ പിന്മുറക്കാർ ശയനപ്രദക്ഷിണം നടത്തുന്ന ദുരവസ്ഥ ചിന്തിക്കണം, ആലോചിക്കണം. മഹദിയായ സുമയ്യ, അബൂജഹലിന്റെ അടിമയായിരുന്ന സുമയ്യ റളിയല്ലാഹു അൻഹ, അവയവങ്ങൾ ഓരോന്ന് മുറിച്ചു മാറ്റപ്പെടുമ്പോഴും അല്ലാഹു അഹദ് എന്ന് വിളിച്ചു പറയാൻ ധൈര്യം കാണിച്ച ഇസ്ലാമിക സമൂഹത്തിലെ ആദ്യത്തെ സ്ത്രീകളിൽ നിന്നുള്ള രക്തസാക്ഷിയായ ആ മഹദി സുമയ്യ റളിയല്ലാഹു അൻഹയുടെ പിന്മുറക്കാർ ശയനപ്രദക്ഷിണം ചെയ്യുക എന്ന് പറഞ്ഞാൽ, അതും ഒരു ജാറത്തിന്റെ മുറ്റത്ത് ശയനപ്രദക്ഷിണം ചെയ്തുകൊണ്ട് നേർച്ച വീട്ടുക എന്ന് പറഞ്ഞാൽ ഈ സമൂഹം എവിടെയെത്തി? അത് മാത്രമാണോ? അള്ളാഹുവിന് മാത്രം സമർപ്പിക്കണമെന്ന് പറഞ്ഞ സുജൂദ്, ആ സുജൂദ് ജാറത്തിന് മുന്നിൽ സമർപ്പിക്കുന്ന മുസ്ലിം സമൂഹം, ജാറത്തിന്റെ മുന്നിൽ പോയി സുജൂദ് ചെയ്യുന്ന സമൂഹം. വമിൻ ആയാതിഹിൽ ലൈലു വന്നഹാറു والشمس والقمر لا تسجدوا للشمس ولا للقمر واسجدوا لله الذي خلقهن إن كنتم إياه تعبدون.
വമിൻ ആയാതിഹിൽ ലൈലു വന്നഹാർ, അള്ളാഹുവിന്റെ അപാരമായ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് രാവും പകലും. വശംസു വൽ ഖമർ, സൂര്യനും ചന്ദ്രനും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട രണ്ട് ദൃഷ്ടാന്തങ്ങളാണ്. ലാ തസ്ജുദൂ ലിശംസി വലാ ലിൽ ഖമർ, സൂര്യനും ചന്ദ്രനും നിങ്ങൾ സുജൂദ് ചെയ്യല്ല. വസ്ജുദൂ ലില്ലാഹില്ലദീ ഖലഖഹുന്ന ഇൻ കുന്തും ഇയ്യാഹു തഅബുദൂൻ, ആ സൂര്യനെ സൃഷ്ടിച്ച റബ്ബാരോ, ആ ചന്ദ്രനെ സൃഷ്ടിച്ച റബ്ബാരോ, ആ രാത്രിയെ സൃഷ്ടിച്ച റബ്ബാരോ, ആ പകലിനെ സൃഷ്ടിച്ച റബ്ബാരോ, ആ ആകാശഭൂമണ്ഡലങ്ങളെ സൃഷ്ടിച്ച റബ്ബാരോ, അവന് മാത്രം നിങ്ങൾ സുജൂദ് ചെയ്യൂ. ഇൻ കുന്തും ഇയ്യാഹു തഅബുദൂൻ, നിങ്ങൾ ആ റബ്ബിനെ മാത്രം ആരാധിക്കുന്നവരാണെങ്കിൽ, ആ റബ്ബിനെ മാത്രം ആരാധിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ മുവഹിദുകളാണെങ്കിൽ, നിങ്ങൾ മുസ്ലിങ്ങളാണെങ്കിൽ ആ റബ്ബിനെ മാത്രം സുജൂദ് ചെയ്യൂ എന്ന് ഖുർആൻ പഠിപ്പിക്കുമ്പോൾ മുസ്ലിം സമൂഹം ജാറത്തിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്നു, ജാറത്തിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്നു. ഈ സമൂഹത്തോട് അരുത് എന്ന് പറയേണ്ട പുരോഹിതന്മാർ, ഇത് ചെയ്യരുത് എന്ന് പറയേണ്ട പൗരോഹിത്യം, അവർ ചെയ്യുന്നത് എന്താ? അവർ ചെയ്യുന്നത് ഇതിനെ ന്യായീകരിച്ചു കൊടുക്കുകയാണ്. കുഴപ്പമില്ല പോൽ, സുജൂദ് ചെയ്താലും കുഴപ്പമില്ല. എത്രത്തോളം മഅദിനുൽ ഉലൂമിന്റെ പേരിൽ പുറത്തിറങ്ങിയ സപ്ലിമെന്റിൽ ഒരു സഖാഫി എഴുതി വെച്ച ലേഖനം, സുന്നത്ത് ജമാഅത്ത് എന്ന് പേര് കൊടുത്തുകൊണ്ട് ഒരു സഖാഫി എഴുതി വെച്ച ലേഖനത്തിൽ പറയുന്നത്, വിശ്വാസ പ്രമാണങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സത്യവിശ്വാസി യാതൊരു കഴിവും കാര്യവും അല്ലാഹു തആലക്കല്ലാതെ മറ്റാർക്കുമില്ലെന്നും ഏതുവിധ സഹായമായാലും അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് മാത്രമാണെന്നും ഉറച്ചു വിശ്വസിക്കുന്ന ഒരു സുന്നി മറ്റൊരാൾക്ക് സുജൂദ് ചെയ്താൽ പോലും അത് ശിർക്കാവുകയില്ല. ഒരു സുന്നി അല്ലാത്തവർക്ക് സുജൂദ് ചെയ്താൽ പോലും അത് ശിർക്കാവുകയില്ല. എന്നിട്ട് ബ്രാക്കറ്റിൽ കൊടുക്കുകയാണ്, കർമ്മശാസ്ത്ര വീക്ഷണത്തിൽ അത് ഹറാമായേക്കാം, അത്രേ സംഭവിക്കാനുള്ളൂ. കർമ്മശാസ്ത്ര വീക്ഷണത്തിൽ അത് ഹറാമായേക്കാം. എന്നിട്ട് അടുത്ത വാചകം, അതുകൊണ്ടാണല്ലോ അല്ലാഹു തആല ആദം നബിക്ക് സുജൂദ് ചെയ്യുവാൻ മലക്കുകളോട് കൽപ്പിച്ചത്. അപ്പൊ മലക്കുകളുടെ സുജൂദ് കർമ്മശാസ്ത്ര വീക്ഷണത്തിൽ ഹറാമാകുന്ന സുജൂദാണ്. പമ്പര വിഡ്ഢിത്തം. നമുക്കറിയാം, ഇടമുട്ടം സംവാദത്തിൽ എടുത്തു വായിച്ച ഈ ലേഖനം, അതോടുകൂടി ആ സംവാദം ഇടക്ക് മുട്ടിപ്പോയി എങ്കിൽ ആ ഇടമുട്ടം സംവാദം ഇടക്ക് മുട്ടിപ്പോകാൻ കാരണമായ ലേഖനം, ആ ലേഖനത്തിൽ ഒരു സഖാഫി പറയുകയാണെന്ന്, അത് അടിസ്ഥാന പ്രമാണങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സത്യവിശ്വാസി കഴിവും കാര്യവും അല്ലാഹുവിൽ നിന്നല്ലാതെ മറ്റാരിൽ നിന്നും ഉണ്ടാവുകയില്ലെന്ന് വിശ്വസിക്കുന്ന ഒരാൾ അല്ലാത്തവർക്ക് സുജൂദ് ചെയ്താൽ പോലും അത് ശിർക്കാവുകയില്ല. ഇത് കേട്ട മുസ്ലിം സമൂഹം ജഹറത്തിന്റെ മുന്നിൽ പോയി സുജൂദ് ചെയ്യുകയാണ്. അതുകൊണ്ട് അവസാനിച്ചോ? ഇല്ല, വീണ്ടും എഴുതുകയാണ്. 2003 ജൂലൈ മാസത്തെ സുന്നത്ത് മാസികയിൽ എന്താ എഴുതിയത്? ആരാധനയുടെ ഭാഗമായി അല്ലാഹുവിന് മാത്രം ചെയ്യുന്ന സുജൂദ്, വന്ദനം തുടങ്ങിയവ സൃഷ്ടികൾക്ക് ചെയ്യുന്നത് കൊണ്ട് ശിർക്കാവുന്നില്ല. കണ്ടോ എന്താ പറയുന്നത്? ആരാധനയുടെ ഭാഗമായി അല്ലാഹുവിന് മാത്രം ചെയ്യുന്ന സുജൂദ്, വന്ദനം തുടങ്ങിയവ സൃഷ്ടികൾക്ക് ചെയ്യുന്നത് കൊണ്ട് ശിർക്കാവുന്നില്ല. മാന്യ മുസ്ലിമേ, ഇത് അംഗീകരിക്കാൻ നിന്റെ മനസ്സനുവദിക്കുമോ? ഇന്നി വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ്സമാവാതി വൽ അർള ഹനീഫൻ വമാ അന മിനൽ മുശ്രിക്കീൻ. ഈ ആകാശഭൂമികളെ സൃഷ്ടിച്ചവനാരോ അവനിലേക്ക് മാത്രമേ ഞാൻ തിരിയൂ, അവന് മാത്രമേ ഞാൻ സമർപ്പിക്കൂ, അവന്റെ മുന്നിൽ മാത്രമേ ഞാൻ തലകുനിക്കൂ, അവന് മാത്രമേ എന്റെ ആരാധനകൾ ഞാൻ സമർപ്പിക്കൂ എന്ന് പ്രഖ്യാപിച്ച മുസ്ലിമേ, ഞാനൊരു മുസ്ലിമാണെന്ന് പറഞ്ഞവന്, വമാ അന മിനൽ മുശ്രിക്കീൻ, ഞാനൊരു മുശ്രിക്കല്ലെന്ന് പ്രഖ്യാപിച്ചവന്, ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്റെ നമസ്കാരമാകട്ടെ, എന്റെ ബലികർമ്മങ്ങളാകട്ടെ, എന്റെ ജീവിതമാകട്ടെ, എന്റെ മരണമാകട്ടെ, ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അല്ലാഹുവിന് ഞാൻ സമർപ്പിച്ചു എന്ന് പ്രഖ്യാപിച്ച മുസ്ലിമേ, 2003 ജൂലൈ മാസത്തിൽ സുന്നത്ത് മാസിക എഴുതി വെച്ച അല്ലാത്തവർക്ക് സുജൂദ് ചെയ്താൽ പോലും, സൃഷ്ടികൾക്ക് വന്ദനം സുജൂദ് തുടങ്ങിയവ അർപ്പിച്ചാൽ പോലും അത് ശിർക്കാവുകയില്ലെന്ന വാചകത്തോട്, സിദ്ധാന്തത്തോട് യോജിക്കാൻ നിനക്ക് സാധിക്കുമോ? മാത്രമല്ല മാന്യ സഹോദരങ്ങളെ, നമുക്കറിയാം വിശ്വാസി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധമായ കഅബാലയത്തിന്റെ സമീപത്ത് മാത്രം നടത്തുന്ന തവാഫ്, ആ വിശുദ്ധമായ കഅബാലയത്തെ ഇടതുഭാഗത്താക്കിക്കൊണ്ട് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക 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 ലാ ശരീക ലക ലബ്ബൈക
എന്ന് തുടങ്ങുന്ന തൽബിയത്ത് ഉച്ചരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മഹത്വം വിളിച്ചോതിക്കൊണ്ട് നടത്തുന്ന ആ തവാഫ് ജാറങ്ങളിൽ നടത്തുകയാണ്. ആ ജാറത്ത് ഇടതുഭാഗത്താക്കിക്കൊണ്ട് തവാഫ് ചെയ്യുന്ന മുസ്ലിമീങ്ങളെല്ലാം കാണുകയാണ്. മാന്യ സഹോദരങ്ങളെ, ഈ വിശ്വാസം ഇവരെ എവിടെയാണ് കൊണ്ടെത്തിക്കുക? എവിടെയാണ് ഈ വിശ്വാസം ഇവരെ കൊണ്ടുപോയി എത്തിക്കുക? ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൽ ലിൽ ആലമീൻ. അതെ, ഏകനായ റബ്ബിനെ മാത്രം ആരാധിക്കുവാൻ വേണ്ടി ലോകത്താദ്യമായി നിർമ്മിക്കപ്പെട്ട അള്ളാഹുവിന്റെ ഭവനമെന്ന് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ ആ വിശുദ്ധമായ കഅബാലയത്തിന്റെ സമീപത്ത് നടത്തേണ്ട തവാഫ് ജാറത്തിന്റെ മുന്നിൽ നടത്തുന്ന മുസ്ലിമേ, ഈ നിലപാടിനോട് യോജിക്കാൻ നിന്റെ വിശ്വാസം നിന്നെ അനുവദിക്കുന്നുണ്ടോ? നിന്റെ ഈമാൻ നിന്നെ അനുവദിക്കുന്നുണ്ടോ? ഇതിനോട് യോജിച്ചു നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ, ഇതിന് പിൻബലമേകാൻ, ഇത് സുന്നത്ത് ജമാഅത്താണെന്ന് പറയാൻ, ഇതിനെ അംഗീകരിക്കാൻ നിന്റെ വിശ്വാസം സമ്മതിക്കുമോ? ആലോചിക്കണം, ചിന്തിക്കണം. ഇത് തെറ്റാണെന്ന് പറയേണ്ട ബാധ്യത നമുക്കില്ലേ? ഇത് ചെയ്തുകൊണ്ട് നരകത്തിലേക്ക് നടക്കുന്ന മനുഷ്യന്റെ കൈപിടിക്കേണ്ട ബാധ്യത നമുക്കില്ലേ? ഓ മനുഷ്യ, ഇത് അരുത് എന്ന് പറയേണ്ട ബാധ്യത നമുക്കില്ലേ? ആ ബാധ്യത നിർവഹിക്കാൻ ആരാണ് ഇവിടെയുള്ളത്? ആരാണ് ഇവിടെയുള്ളത്? ഈ സമൂഹം ഉപ്പും ചോറും കൊടുത്ത് വളർത്തിയ പണ്ഡിതന്മാർ അതിന് തയ്യാറാകുന്നുവോ? ഇല്ല. നേരെ മറിച്ച് ന്യായീകരിക്കുകയാണ്. എത്രത്തോളം നമുക്കറിയാം. അതേ, സുന്നത്ത് മാസിക തന്നെ. ആ സുന്നത്ത് മാസികയിൽ വന്ന ഒരു ചോദ്യം. എന്താണ് ചോദ്യം? AP മുഹമ്മദ് മുസ്ലിയാർ, ജൂനിയർ കാന്തപുരം എന്നറിയപ്പെടുന്ന കാന്തപുരം മുസ്ലിയാരുടെ ശിഷ്യനായ AP മുഹമ്മദ് മുസ്ലിയാരോട് ചോദ്യമാണ്. എന്താണ്? മഹാന്മാരുടെ ഖബറുകൾ തവാഫും സഅയും ആണ്ടും പാടില്ല. മദ്ഹരി 265. എന്നാൽ നഫീസത്ത് മൗലിദിൽ തവാഫും സഅയും ചെയ്യണമെന്ന് കൽപ്പിക്കുന്നുണ്ടല്ലോ. മറുപടി പ്രതീക്ഷിക്കുന്നു. നഫീസത്ത് മൗലിദിൽ നഫീസത്തുൽ മിസ്രിയയുടെ ഖബറിന്റെ സമീപത്ത് ചെന്നിട്ട് തവാഫും സഅയും ചെയ്യണമെന്ന് നിർദ്ദേശിക്കുന്നുണ്ടല്ലോ. അതിന് മറുപടി തരണമെന്ന് പറയുമ്പോ AP മുഹമ്മദ് മുസ്ലിയാർ കാന്തപുരം മറുപടി എഴുതി കൊടുക്കുകയാണ്. മഹാന്മാരുടെ ഖബറുകൾ തവാഫും സഅയും ചെയ്യൽ പാടില്ലാത്തതാണ്. എന്താണ്? തവാഫും സഅയും ചെയ്യൽ പാടില്ലാത്തതാണ്. ആണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മഹാന്മാരുടെ ഖബറിനരികെ വെച്ച് നിർവഹിച്ചത് ഫഖ്റുദ്ദീൻ റാസി തഫ്സീറുൽ കബീറിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആണ്ട് നിർവഹിക്കേണ്ടതാണ്. എന്നിട്ട് അടുത്ത വാചകം, അതേ സമയത്ത് യാസീനും ഫാത്തിഹയും മറ്റും ഓതിക്കൊണ്ട് ഖബറിനരികത്തുകൂടെ നടക്കുന്നതിന് വിരോധമില്ല. അത് വട്ടത്തിലുമാകാം നീളത്തിലുമാകാം.